മലപ്പുറം കൊണ്ടോട്ടിയിൽ മണ്ണിടിഞ്ഞ് കാണാതായ 8 പേരുടെ മൃതദേഹം കണ്ടെത്തി. വീടിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞ് വീണാണ് അപകടം ഉണ്ടായത്. വിശദാംശങ്ങൾ എം കെ ഷുക്കൂർ നൽകും. ഷുക്കൂർ, നേരത്തെ 3 പേരായിരുന്നു ആദ്യം മരണപ്പെട്ടിരുന്നത്. ഇപ്പോൾ മരണസംഖ്യ കൂടിയിരിക്കുന്നു. എന്താണ് വിശദാംശങ്ങൾ? പെരിങ്ങാവിലെ ഒരു ഇരുനില കെട്ടിടമാണ് മല ഇടിഞ്ഞു വീണതിനെ തുടർന്നത് തകർന്നത്. ഇതിന്റെ ഈ വീടിനകത്ത് കുടുങ്ങിപ്പോയ 8 പേരുടെ മൃതദേഹങ്ങൾ ഇപ്പോൾ പുറത്തെടുത്തിരിക്കുന്നു. മരണം 8 ആയിരിക്കുന്നു. ഒരാളെ ജീവനോടുകൂടി രക്ഷപ്പെടുത്താനും കഴിഞ്ഞു. ഒരാൾ കൂടി ഇതിനകത്ത് കുടുങ്ങിയെന്നാണ് ഇപ്പോൾ സംശയിക്കുന്നത്. 10ാമനായ ഒരാൾക്ക് കൂടി വേണ്ടി തെരച്ചിൽ നടത്തുന്നു. മരണം 8 ആണ്. ഒരാളെ രക്ഷപ്പെടുത്തി. അങ്ങനെ 9 പേർ ഇതിനകത്ത് ഉണ്ടായിരുന്നു എന്ന് ഉറപ്പാക്കി അതിനകത്തുണ്ടായിരുന്നു എന്നാണ് സംശയിക്കുന്നത്. അയാൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ തുടരുകയാണ്. ഇതിൽ 7 പേരുടെ പേര് വിവരങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനമായും നമുക്ക് ലഭിച്ച വിവരം വീട്ടുടമയായ അസ്കറിന്റെ സഹോദരൻ ബഷീർ, ബഷീറിന്റെ മകൻ മുഷ്ഫിഖ്, ബഷീറിന്റെ ജ്യേഷ്ഠന്റെ ഭാര്യ ഹൈറുന്നീസ, ഇവരുടെ അയൽക്കാരായ മുഹമ്മദ് അലിയുടെ മക്കളായ ഇർഫാൻ അലി, സഫ്വാൻ, മൂസ ഇല്ലിപ്പറമ്പത്ത് എന്നീ 7 പേരുടെ പേര് വിവരങ്ങളാണ് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത്. 8ാമനായ ഒരാളുടെ മൃതദേഹം കൂടി പുറത്തെടുത്തിട്ടുണ്ട്. അത് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. അത് ആരുടേതാണെന്ന് അല്പം കൂടി കഴിഞ്ഞാൽ മാത്രമേ വിവരം ലഭിക്കുകയുള്ളൂ. അതിനേക്കാൾ അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട ഒരു വാർത്ത കൂടി മലപ്പുറം ജില്ലയിൽ നിന്ന് വരികയാണ്. മലപ്പുറം തിരൂർക്കാട് ജംഗ്ഷനിലെ നിർമ്മാണത്തിലിരുന്ന ഒരു പള്ളിയുടെ ഭാഗങ്ങൾ തകർന്നു വീണിരിക്കുന്നു. ഇതിൽ 5 പേർ ഇതിനകത്തുണ്ടായിരുന്നതായാണ് സംശയം. ഇതിൽ 3 പേരെ പുറത്തെടുത്തു. ഇവരെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ബാക്കിയുള്ളവർക്കായി ഈ ഭാഗത്ത് തെരച്ചിൽ തുടരുകയാണ്. ഈ തിരൂർക്കാട് പള്ളിയിൽ എപ്പോഴാണ് സംഭവം ഉണ്ടായത്? ഈ സംഭവം ഇപ്പോഴാണ് അറിയുന്നത്. ഇതിന്റെ വിശദാംശങ്ങൾ ലഭ്യമായി വരുന്നതേയുള്ളൂ. മിനിറ്റുകൾക്ക് മുമ്പ് മാത്രമാണ് ഈ വിവരം പുറത്തു വന്നത്. നമുക്കറിയാം, ഈ കടലുണ്ടി പുഴയുടെ ഭാഗങ്ങളിലെല്ലാം തന്നെ ശക്തമായ വെള്ളപ്പൊക്കമുണ്ട്. റോഡുകളിൽ വെള്ളമാണ്. ഒപ്പം തന്നെ ശക്തമായ മഴ കഴിഞ്ഞ 2 ദിവസമായി മലപ്പുറത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും തുടരുകയാണ്. അതുകൊണ്ട് തന്നെ വെള്ളപ്പൊക്കം തന്നെ വേണമെന്നില്ല. സ്വാഭാവികമായി ഭൂമി അത്രമേൽ തകർന്നു വീഴാവുന്ന ഒരു സാഹചര്യം എല്ലായിടത്തുമുണ്ട്. അതുകൊണ്ട് തന്നെ മഴ തുടർന്നാൽ ഇനിയും ഇത്തരത്തിലുള്ള അപകടങ്ങൾക്ക് സാധ്യതയുണ്ട്. ആളുകൾ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ഭരണകൂടം പ്രത്യേകം നിർദ്ദേശിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് മലയോര മേഖലയിൽ താമസിക്കുന്ന ആളുകൾ ഒരു കാരണവശാലും അവിടെ തുടരരുത്. അവർ സുരക്ഷിതമായ ഭാഗങ്ങളിലേക്ക് മാറണം എന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കരുത്. ഒപ്പം തന്നെ കലക്ടറുടെയോ മറ്റോ പേരിൽ ഏതെങ്കിലും തരത്തിലുള്ള വിവരങ്ങൾ ആധികാരികമായ മാധ്യമങ്ങളിൽ നിന്നല്ലാതെ പ്രചരിപ്പിക്കുന്നത് തുടങ്ങിയ നിർദ്ദേശങ്ങളെല്ലാം തന്നെ നൽകിയിട്ടുണ്ട്. പല ഭാഗത്തും വൈദ്യുതി പ്രശ്നങ്ങൾ വിച്ഛേദിക്കപ്പെട്ടിരിക്കുന്നു. ഷുക്കൂർ, കൊണ്ടോട്ടിയിൽ ഇനിയും ആളുകൾ മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്നു എന്നാണോ വിവരം? ഈ ഭാഗത്ത് ഈ അപകടം നടന്ന പെരിങ്ങാവിലെ ഈ കെട്ടിടത്തിനകത്ത് 6 or 7 പേരുണ്ടാകുമെന്നായിരുന്നു ആദ്യത്തെ വിവരം. എന്നാൽ ഈ ആദ്യം തന്നെ രക്ഷാപ്രവർത്തനം നടത്തിയ ഉടൻ തന്നെ സൈന്യത്തിന്റെ നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനം നടത്തിയ ഉടൻ തന്നെ ജീവനോടുകൂടി മുഹമ്മദ് അലി എന്നൊരാളെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു. ബാക്കിയുള്ള 8 മൃതദേഹങ്ങൾ പിന്നീടുള്ള 2 മണിക്കൂറിനിടെ 8 മൃതദേഹങ്ങൾ പുറത്തെടുക്കുകയായിരുന്നു. ഇനിയിപ്പോൾ അങ്ങനെയെങ്കിൽ കൂടുതൽ ആളുകൾ, നേരത്തെ 6 or 7 എന്ന് കരുതിയത് ഇപ്പോൾ 8 മൃതദേഹങ്ങൾ തന്നെ ലഭിച്ച സാഹചര്യത്തിൽ കൂടുതൽ പേരുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ഒരാൾ കൂടി എന്തായാലും ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ സമീപവാസികളിൽ നിന്ന് അറിയുന്നത്. എന്തായാലും തെരച്ചിൽ തുടരുകയാണ്. കൂടുതൽ ആളുകൾ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ അവരെ കൂടി കണ്ടെത്താനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്.